എല്ലാം നല്ലായിരുന്നു പേര്. എല്ലാവരും തരസം അമ്മച്ചിലൂടെ നടന്നില്ലേ? ഇയാളെന്ന സന്യാസിയായി എന്താ ക്വാളിഫിക്കേഷൻ? ഗായത്രി മന്ത്രമെങ്കിലും അറിയാമോ? ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ? പറയണമല്ലോ. ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ. ആരോട്? പോലീസുകാരോട് പറഞ്ഞാൽ മതി. ഇപ്പൊ മനസ്സിലായി. ചിക്കൻ വയ്ക്കുന്ന വീഡിയോ കണ്ടില്ലേ? പിന്നെ ഇതിരിപ്പുണ്ട് മുഖ്യമന്ത്രി കൊടുക്കും. മനസ്സിലായല്ലോ? സ്വാമി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഗായത്രി മന്ത്രം പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസി. നല്ല സ്വാമി ആക്ഷേപിക്കുന്നതേ ഒരു സാധാരണ മനുഷ്യനെ അല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അത് പോലീസ് നോക്കിക്കോളും. ഇതാണ് ആള് കേട്ടോ, പറഞ്ഞതിൽ അഹങ്കാരം മാത്രമേ ഉള്ളൂ. ഇതാണ് ആള്. നാട്ടുകാരും മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ്. ഇതാണ് സ്വാമിമാർക്ക് അഹങ്കാരം പാടില്ല. സ്വാമിമാരെ ദൈവദാസന്മാരെന്നാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതെ, ചോദിച്ചത് വേറെ ആരുമല്ല, കേരളത്തിലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നൊരു മന്ത്രിയാ ചോദിച്ചത്. നിങ്ങൾ ആക്ഷേപിക്കുന്നത് ആരെയാണെന്ന് ഓർത്ത് വേണം സംസാരിക്കാൻ. അത് മാത്രമല്ല, വലിയ സ്വാമി ഇതിനകത്തുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. സ്വാമി യാത്ര ചെയ്ത് പോകുന്ന ആളല്ല. അദ്ദേഹം എങ്ങനെ യാത്ര ചെയ്യാക്കത്തില്ലല്ലോ, 90 വയസ്സ് കഴിഞ്ഞ ആളെ. എവിടെ പോയേക്കുന്നേ? രാധാകൃഷ്ണൻ കൂടാന്ന് പോയേക്കുന്നേ. രാധാകൃഷ്ണന്റെ കൂടാന്ന് പോയേക്കുന്നേ. പിന്നെ പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? പുള്ളിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? വലിയ സ്വാമിയെ മിനിസ്റ്റർക്ക് കാണണം, അതിനാ വന്നത്. നിങ്ങൾ സ്വാമിയാന്നെ അറിയണ്ടേ? എവിടാന്ന് ചോദിക്കാൻ വിളിച്ച് ചോദിക്കും സ്വാമി. നമ്മളാരും അറിഞ്ഞോണ്ട് അമൃതാനന്ദ ഭാരതി സ്വാമി ഒന്നും അല്ല. തൃപ്പാദങ്ങളിൽ ഞങ്ങൾ നമിക്കുക. പറഞ്ഞു തരണം. എല്ലാവരും മാധ്യമങ്ങളും ജനങ്ങളൊക്കെ മനസ്സിലാക്കും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് നമുക്കങ്ങോട്ട് വിടാം. സീഡം സ്വാമിയെ കാണണമല്ലോ. ഇവിടെ മാനേജറും 2 സ്വാമിയാരെല്ലാം വേറെ ആള് പുറത്ത് പോകും പഠിക്കുന്നത്. ഇവിടെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നാട്ടുകാർക്കും അതിനകത്തൊരു ആശങ്ക വന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ സന്ദർശിക്കാൻ കാരണം. ഇതൊരു ശരിയുള്ള ഏർപ്പാടല്ല. അപ്പോൾ സ്വാമി ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്വാമിയുടെ ഞാൻ ചോദിച്ചല്ലോ, ഗായത്രി മന്ത്രം അറിയാമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലെന്ന്. മിനിമം സന്യാസിക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ മിനിമം ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിനില്ല. ആരാന്ന് ചോദിച്ചോ കറക്റ്റായിട്ട് പറഞ്ഞില്ല. ഇയാളല്ലയോ എന്ന് ചോദിച്ചോ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഇപ്പം കേസിൽ പ്രതിയാവുക എന്നുള്ളൊരു ആരാണ് അറിയാം? പോലീസ് ഡിവൈഎസ്പിയുടെ വന്നിരിക്കുന്ന ആളുകളെ എല്ലാം ലിസ്റ്റ് നമ്മൾ സ്റ്റേഷനിലേക്ക് വിളിക്കണം. ഇവിടെ ലോക്കൽ ജീവനക്കാരാണ് ജോലി ചെയ്ത്. അവരെ നാട്ടുകാരെ മുഴുവൻ പറഞ്ഞു വിട്ടിട്ട് ഇവർ കയറിയില്ല. ഇവരുടെ ഉദ്ദേശം വേറെ. ഈ പൊടിയൊക്കെ വെച്ചേക്കാൻ നമ്മളത് കണ്ട പേടിക്കുമെന്ന് ചോദിച്ചാൽ അത് വേറെ ആളെ അന്വേഷിച്ചാൽ അത് കണ്ട പേടിക്കാം. അതുകൊണ്ട് കർശനമായിട്ട് സ്വാമിയെ ആക്രമിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പുഴുക്കുത്തുകളെയും ഇതിനകത്ത് പുറത്താക്കും. ഒരാളെ കോടതി നിർദ്ദേശിച്ച 3 പേരാണ്. ഈ 2 സ്വാമിമാരും പിന്നെ ഈ മാനേജരും പിന്നെ വരുന്ന പണിക്കാർ, വെളിയിൽ നിന്ന് വരുന്ന പണിക്കാർ. യവന്മാരെയൊന്നും പണിക്കാരായിട്ട് ഈ സ്വാമി ചെന്നിട്ടിരിക്കാൻ വയ്യ. സ്വാമി നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ നില വളരെ വീക്കാണ്. അദ്ദേഹത്തിന് വളരെ വീക്കാണ് അദ്ദേഹത്തിൻ്റെ നില. അപ്പോൾ എല്ലാവരും അന്വേഷിക്കണം. ഈ ആളുകൾ ഇതിനകത്ത് നമ്മുടെ നാട്ടുകാർ ഒരു പ്രശ്നമേ ഉള്ളൂ. ഈ അനാവശ്യമായി വന്നിരിക്കുന്ന ആളുകൾ ഇവിടുന്ന് വന്നിരിക്കും. ഒരു മധു പട്ടാഴി നങ്ങനെ ഇതൊക്കെ പുറത്തു പോകണം. ഇവിടെയൊക്കെ ഒന്നും റോളും ഇല്ല. അവരെല്ലാം പുറത്തു പോകണം. 2 കോടതി അനുവദിച്ച് ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ച് 2 സ്വാമിമാരെയും മാനേജരെയും ഇവിടുത്തെ ലോക്കലായിട്ട് വരുന്ന പണിക്കാർ അടുത്ത കേസ് കൊടുക്കാൻ. അത് തന്നെ ജോലി. അതൊന്നും കാര്യമാക്കണ്ട. പോലീസുകാരൊന്നും മടിക്കണ്ട. കോടതി അറിയിക്കുക. ഇങ്ങനെ ഇവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ. വർഷ ഇപ്പോൾ മന്ത്രി KD ഗണേഷ് കുമാർ അല്പം മുമ്പ് ഈ മഠം സന്ദർശിച്ചു. അദ്ദേഹത്തിന് കൈമാറും. ഇവിടെ സന്യാസിയായി ചേർന്നിരുന്ന ആളുടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുണ്ട്. അതിന് ചിക്കൻ എങ്ങനെ വയ്ക്കാം, ചിക്കൻ കറി എങ്ങനെ വയ്ക്കാം, ചിക്കൻ ഫ്രൈ എങ്ങനെ വയ്ക്കാം എന്ന് കാണിക്കുന്ന ആൾ സന്യാസിയാണ്. ദീക്ഷ സ്വീകരിച്ച കഴിഞ്ഞ ആഴ്ച 10 ദിവസം ഉണ്ടായി. അയാളുടെ ഒരു സാധനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവർ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു ഗൂഢാലോചനയിൽ പറയുന്നുണ്ട്. അതായത് മുതിർന്ന സ്വാമിയെ തിരുവനന്തപുരത്ത് കൊണ്ട് ഹണി ട്രാപ്പിൽ കൊടുക്കുകയും ഭയപ്പെടുത്തി ഈ വന്നിരിക്കുന്ന ഒരാളെ അനിലെന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു.
അയാളെ മഠാധിപതിയാക്കുകയും അതിനുശേഷം ഇത് മുഴുവൻ കൈക്കലാക്കി റിസോർട്ടിനെടുക്കാം എന്ന് പറയുന്ന ഓഡിയോ എൻ്റെ കൈവശമുണ്ട്. അത് ഞാൻ വിട്ടുതരും. ഇവിടെ ഇരിപ്പുണ്ടതാ, സാധനം കയ്യിലുണ്ട്. വെറുതെ പറയുന്നതല്ല, സാധനം കയ്യിലുണ്ട്. ആ ഓഡിയോ പുറത്ത് വിടും, പോലീസിനും കൊടുക്കും. വന്നിരിക്കുന്ന ഈ ഒരാൾ വ്യക്തമായിട്ട് എനിക്കറിയാം, അയാൾ ഒരു സിനിമാ താരത്തിൻ്റെ അമ്മയുടെ കൂടെ ഡ്രൈവറും പാചകക്കാരനുമായി നിന്ന ആളാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നായികയുടെ, പഴയൊരു നായികയുടെ അമ്മയുടെ കൂടെ നിന്നാണ്. പുളിയറയിൽ അയാളൊരു ബാറിൽ നിന്ന ആളാണ്, കറിക്കാരനായിട്ട്. അയാളെയാണ് സ്വാമിയായിട്ട് കഴിഞ്ഞ